ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പം നമുക്കിത് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് ടൊമാറ്റോ ബാത്താണ്, ടൊമാറ്റോ പുലാവ് എന്നൊക്കെ പറയും. അപ്പം നമുക്ക് വളരെ സിമ്പിളും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിതാ 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ, ഒരു സ്പൂണ് ചെറിയ ജീരകം, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു സവാളയുടെ പകുതി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ തേങ്ങയും മല്ലിയില ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചിട്ട് പിന്നെ ഒരു പകുതി അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതേ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തക്കാളി വെന്തുടങ്ങിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ റൈസിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിക്കാൻ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാനിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. റൈസ് വെന്ത് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് ഉപ്പ് പരുവത്തിലായിരിക്കണം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിലിന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വിസിലടുപ്പിച്ചേക്കുന്നത്. അപ്പോൾ വിസിലടിച്ചതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ ആവിയെല്ലാം പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂടോട് തന്നെ ഇളക്കി കഴിഞ്ഞാൽ ചോറിങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി പോവും. അത് സ്വല്പം ഒന്ന് ആവി പോയതിന് ശേഷം നമ്മളിതിലേക്ക് പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പം
ചൂടോട് തന്നെ നമ്മൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ കുഴഞ്ഞ പോലെ ആയി പോവും. അപ്പം ഞാനിതാ കുറച്ച് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.